പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് Praise മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. Praise the ഇന്നത്തെ ഈ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവിന്റെ ദാസൻ റവറൻ ഡോക്ടർ സാക് വർഗീസ് അപ്പോസ്തല പ്രവർത്തികൾ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ പരമ്പരയായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലത്തെ ഈ ക്ലാസ്സും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഇതിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും, പിന്നീട് ഇത് യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കേൾക്കുന്ന എല്ലാവർക്കും അത് അനുഗ്രഹമായി തീരുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിലും ശക്തമായി കർത്താവ് ഉപയോഗിക്കേണ്ടതിനായി നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. ഞങ്ങളെ ഇളവിടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സ്തോത്രം കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ അഗാപ്പെ ബൈബിൾ കോളേജിനായി സ്തോത്രം കർത്താവേ. സ്തോത്രം ഗ്രൂപ്പ് അത് ഞങ്ങളുടെ കോളേജിന് ഇത്രത്തോളം അനുഗ്രഹമായി എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവം നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായി നന്ദി കർത്താവേ. സ്തോത്രം ദൈവമേ. അതിൻ്റെ പിൻപിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം. വിശേഷ ലുജക്ക പാസ്റ്റർക്കായി സ്തോത്രം. പ്രിയദാസനെ സ്വർഗ്ഗത്തിലെ ദൈവം അനുഗ്രഹിക്കണം, സഹായിക്കണം കർത്താവേ. താൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ എല്ലാ വെല്ലുവിളികളിൽ നിന്ന് കർത്താവ് പൂർണ്ണ ജയം പ്രാപിപ്പാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് സഹായിക്കണം. എല്ലാവിധ ആത്മീയ ഭൗതിക നന്മകളാൽ നിറച്ച അനുഗ്രഹത്തോടെ നടത്തുമാറാകണമേ ഞങ്ങളുടെ അപേക്ഷിക്കുന്ന കർത്താവെ. സഭയോട് അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രിയിലും ക്ലാസ് എടുക്കുന്ന ഞങ്ങളുടെ ദേവദാസൻ കർത്താവെ സാറിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ. പ്രിയ സാറിനെ ഇത്രത്തോളം എൻ്റെ കർത്താവ് അനുഗ്രഹിച്ച് നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായി നന്ദി കർത്താവെ. പ്രിയദാസിന്റെ ക്ലാസ് ഇന്ന് രാത്രിയിൽ അടിയുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമായി തീരുവാൻ എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കണമേ. പിന്നീട് കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കും കർത്താവെ അത് അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ എൻ്റെ കർത്താവ് ഇടയാക്കണം, സഹായിക്കണം. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങളൊക്കെയും ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൽ അത് ആഴമായി പതിയുവാൻ അതിലുപരിയായി അതൊക്കെ ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ അതേ നിവർത്തിപ്പാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ ദൈവം കൃപ ചെയ്യണമേ ഞങ്ങളുടെ അപേക്ഷിക്കുന്ന കർത്താവ്. സ്തോത്രം. ബാക്കി എല്ലാ ക്ലാസ് എടുക്കുന്ന ദേവദാസന്മാർക്കായും സ്തോത്രം. ആരോഗ്യത്തോടെ ആയുസ്സോടെ ബലത്തോടെ കർത്താവ് പരിപാലിക്കണമേ. ഇന്ന് രാത്രിയിൽ ആദ്യം മുതൽ അവസാനം വരെയും കർത്താവിൻ്റെ കൃപ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാക്കും. എല്ലാ മാനവ മഹത്വം പൊഴിച്ചയും കർത്താവെ അങ്ങേക്ക് അർപ്പിക്കുന്ന ഞങ്ങൾക്കായി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. സിസ്റ്റർ സുജ രാജുവിനെയും കൂടെ ഒന്ന് ആഡ് ചെയ്തേക്കണേ. ഓക്കെ, വായിക്കാൻ. ഓക്കെ. ദൈവം തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ റവറൻ ഡോക്ടർ സാക് വർഗീസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഈ രാത്രിയിൽ അറിയിക്കുകയാണ്. പ്രിയ ഷാജി പാസ്റ്റർ, ലാലു പാസ്റ്റർ, അതുപോലെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ കർത്തദാസന്മാരെ, പഠനത്തിനായിട്ട് വന്നിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളെ, നിങ്ങളെ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സ്നേഹം ഇന്ന് പകൽക്കാലം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്ന് എനിക്കറിയാം. അതിനായിട്ടും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ച പോലെ സഭയുടെ ശുശ്രൂഷയിൽ എപ്പോഴും പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഉണ്ട്, എന്നാൽ അതോടുകൂടി തന്നെ വിജയങ്ങളും ഉണ്ട്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആരെങ്കിലും ജോലിയുടെ ബന്ധത്തിലായിട്ട് അമേരിക്കയിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ടൾസ ഒക്ലഹോമ, അവിടെയാണ് നമ്മുടെ ചർച്ചിൻ്റെ ആസ്ഥാനം. അവിടേക്ക് വരാൻ നിങ്ങൾ പ്രേരിപ്പിക്കണം. ഇവിടെ വന്നാൽ ഞങ്ങളെ കഴിയുന്ന എല്ലാവിധമായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കാൻ ഇവിടെ നമുക്ക് അതിനുള്ള ടീമുണ്ട്. സോ വി ഇൻവൈറ്റ് ഓൾ ഓഫ് യു ടു പ്രൊമോട്ട് പീപ്പിൾ ടു കം ഹിയർ ഇഫ് ദേ ആർ ഏബിൾ ടു കം. അതുപോലെ ഇവിടെ വിസിറ്റിങ്ങിനായിട്ട് വരുന്നവരെ, പ്രത്യേകിച്ച് ഈ ഗിൽഗാൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന ആരെങ്കിലും ഇവിടെ അമേരിക്കയിലെ ഒക്ലഹോമയുടെ ഏരിയ വരുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. നിങ്ങളെ കാണാനും ഒരുമിച്ച് ആരാധിക്കാനും ഒക്കെയും താല്പര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയും സമൃദ്ധിയായി നമ്മളെ അനുഗ്രഹിക്കാൻ കഴിവുള്ളവനായ കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് അനേക വിഷയങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ദൈവം അറിയുന്നത് കൊണ്ട് നമ്മൾ ഒന്നിനാലും ഭാരപ്പെടാതെ സന്തോഷത്തോടെ ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കാം. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഇരിക്കുന്ന പോലെ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു.
അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഇന്ന് ഇന്ന് വിശ്വാസം കേൾവിയാൽ കേൾക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കുവാനും ദൈവത്തിൽ നിന്ന് അനേക കാര്യങ്ങൾ പ്രാപിക്കുവാനും നമുക്കിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ വിശ്വാസത്തോടെ ഇന്ന് രാത്രി നമ്മുടെ പഠനത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ നമ്മൾ പഠിച്ചിരുന്ന വിഷയം ശക്തിയോടെ മുമ്പോട്ട് പോകുന്ന ദൈവത്തിൻ്റെ സഭ, ദി അൺസ്റ്റാപ്പബിൾ ചർച്ച്. അതാണ് ലൂക്കോസ് ഈ അപ്പോസ്തല പ്രവൃത്തി എഴുതുമ്പോൾ ഇതിൽ കൂടി എല്ലാം ഒരു നിരന്തരമായ ഒരു ചരട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ലൂക്കോസ് കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ശക്തിയോടെ ജയത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന യഹോവയുടെ ദൈവത്തിൻ്റെ സഭ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനകത്ത് പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പരീക്ഷണങ്ങളും ശോധനകളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവസഭ ശക്തമായിട്ട് വളരുന്നു, അത് കുതിച്ചുയർന്ന് മുമ്പോട്ട് പോകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മളെ കാണിക്കാൻ വേണ്ടി കൂടിയാണ് ഈ അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ എഴുതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് രാത്രിയിലും നമ്മുടെ വിഷയം അത് തന്നെയാണ്. വേറൊരു അധ്യായത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്ന് രാത്രി 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിലും അതേ തീമാണ് ഈ 6-ാം അധ്യായം തുടങ്ങുമ്പോഴും അതിൻ്റെ ആദ്യത്തെ 7 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും അതേ കാര്യം നമുക്കിവിടെ കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അത് ഞാനൊരു തുടർച്ചയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇന്ന് രാത്രി നമുക്ക് ശ്രദ്ധയോടെ ദൈവവചനം ശ്രവിക്കാം. അതിനുവേണ്ടി പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ അഞ്ജു സിസ്റ്റർ വായിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. പ്രവൃത്തികളുടെ പുസ്തകം 6-ന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവിൻ. അവരെ ഈ വേലയ്ക്ക് ആക്കാം. ഞങ്ങളോ പ്രാർത്ഥനയാലും വചന ശുശ്രൂഷയാലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. ഈ വാക്കു കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഖരോസ്, നിക്കാനോർ, തീമോൻ, പർമോനോസ്, യഹൂദ മതാനുസാരികൾ, അന്ത്യോക്യക്കാരൻ നിക്കോലവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. ദൈവവചനം പരന്ന് യെരൂശലേമിലെ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. മതി. താങ്ക് യു സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇന്ന് നമ്മൾ പുതിയ അധ്യായത്തിലേക്ക് 6-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഇത് 15ാമത്തെ ക്ലാസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വളരെയധികം സമയം ചെലവഴിച്ച് ഈ ദിവസങ്ങളിൽ പഠിക്കുന്ന വേദഭാഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെറും ഒരു ജ്ഞാനത്തിൻ്റെ വർധനയ്ക്ക് വേണ്ടി മാത്രമായി തീരാതെ പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിലും അത് സഭാതലത്തിലൊക്കെയും ഒരു വലിയ വ്യത്യാസം വരുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥനയോടെ നമുക്ക് ശ്രമിക്കാം. ഇന്ന് രാത്രിയിൽ ഈ 7 വാക്യങ്ങൾ കൂടി ലൂക്കോസ് ഇതിൻ്റെ അപ്പോസ്തല പ്രവൃത്തികളുടെ ഗ്രന്ഥകർത്താവായ ലൂക്കോസ് 4 കാര്യങ്ങൾ അറ്റ് ലീസ്റ്റ് ഞാൻ ഇന്ന് അതിൽ കൂടി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിലെ 4 വിഷയങ്ങൾ ഇതാണ്. ഒന്ന്, റിമാർക്കബിൾ ഗ്രോത്ത് ഓഫ് ദി ഏർലി ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ച്. ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭ വളരെ ശക്തിയോടെ വളർന്നുകൊണ്ടിരുന്നു എന്നുള്ളൊരു ദൈവസഭയാണെന്ന് ഇവിടെ ദേവദാസൻ വീണ്ടും നമ്മളെ കാണിക്കാണ്ട് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കൂടുതലായിട്ട് അതേക്കുറിച്ച് വീണ്ടും ഞാൻ തിരിച്ചു സംസാരിക്കാം. രണ്ടാമതായിട്ട് സഭയിൽ എപ്പോഴും പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ഒന്നുകിൽ പുറത്തു നിന്നുള്ള പെർസിക്യൂഷനായിരിക്കും, അല്ലെങ്കിൽ അകത്തു നിന്നുള്ള പെർസിക്യൂഷനായിരിക്കും. ഏതായിരുന്നാലും സഭയിലെ മിക്കവാറും എല്ലാ സഭകളിലും മിക്കവാറും സമയങ്ങളിലെല്ലാം എന്തെങ്കിലും വിധമായ പ്രയാസങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെ മുമ്പിൽ ഹല്ലേലൂയ ഇന്ന് പ്രിയപ്പെട്ടവനെ നമ്മളോട് ചൂണ്ടിക്കാണിക്കാനുള്ളത്, നമ്മളൊരു പ്രയാസം ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല, പിന്നെ പ്രശ്നം
പരിഹരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആയിത്തീരണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇവിടെ പ്രിയ ലൂക്കോസ് കൊണ്ടുവരുന്നത്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട് ഉള്ള വിഷയം, ഇവിടെ അപ്പോസ്തലന്മാർ ഇവിടെ ഒരു പ്രതിസന്ധിയുടെ മുമ്പിലാണ്. ആ പ്രതിസന്ധിയുടെ മുമ്പിൽ അവരെന്ത് ചെയ്യണം എന്നുള്ളത് ചിന്തിച്ച് അപ്പോസ്തലന്മാരെ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനമാണ് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് മൂന്നാമത്തെ വിഷയമായിട്ട് ലൂക്കോസ് പറയുന്നത്. നാലാമതായിട്ട് ശുശ്രൂഷകരെ തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെ ഉള്ളവരെ തിരഞ്ഞെടുക്കണം. ഈ 4 വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ട് സഭയുടെ വളർച്ച, പ്രൈസ് ദി ലോർഡ്, ഇതാണ് തൻ്റെ പ്രധാന ഒരു വിഷയങ്ങളിൽ ഒരു വിഷയം. വളരുന്ന സഭ, പ്രൈസ് ദി ലോർഡ്, ദൈവസഭ വളരുന്നു ഒരു സഭയാണെന്ന് താൻ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ 4 കാര്യങ്ങളാണ് ഇന്ന് രാത്രിയിലെ നമ്മുടെ ചിന്തയ്ക്കായിട്ടുള്ള വിഷയങ്ങൾ. ഞാൻ ഒരു മുഖവരയായിട്ട് അത് പറഞ്ഞതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ അധ്യായം തുടങ്ങുമ്പോൾ എഴുതിയിരിക്കുന്ന വാക്യം വളരെ വളരെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു വാക്യമാണ്. Now about this time when the number of disciples was increasing, ശിഷ്യന്മാരുടെ നമ്പർ കൂടിക്കൊണ്ടിരുന്ന ആ സമയത്ത്, പ്രൈസ് ദി ലോർഡ്, ശിഷ്യന്മാരുടെ സംഖ്യ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ, ഓർത്ത് നോക്കണേ, ഞാൻ പറഞ്ഞ വിഷയം അതാണ്. ലൂക്കോസ് നമ്മളോട് പറയുന്ന ഒരു പ്രധാന വിഷയം, സഭ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും ആ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു പ്രശ്നമാണ് താൻ എഴുതി കാണിക്കുന്ന. പ്രശ്നം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നല്ല, ഞാൻ ഒന്നുകൂടെ പറയാം. ഈ ശിഷ്യന്മാരുടെ സംഖ്യ വർദ്ധിച്ചപ്പോൾ അവിടെ യവനരായിട്ടുള്ള വിശ്വാസികളുമുണ്ട്, എബ്രായ വിശ്വാസികളുമുണ്ട്. അപ്പൊ യവനക്കാരായ വിശ്വാസികൾ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വിധവമാരെ ശുശ്രൂഷിക്കുന്നതിൽ അല്പം ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, അല്പം ഇത് നിങ്ങൾ കാണിക്കുന്നു. എബ്രായ ശിഷ്യന്മാരെ അത് വേണ്ടുന്ന പോലെ കൈകാര്യം ചെയ്യുന്നില്ല എന്നൊരു കംപ്ലൈന്റ് ഈ യവന വിശ്വാസികൾ കൊണ്ടുവന്നതാണ് വിഷയം. പ്രൈസ് ദി ലോർഡ്. ആ വിഷയത്തെക്കുറിച്ച് ആണ് താൻ പറയുന്നതെങ്കിലും ആ വിഷയത്തിൽ കൂടി താൻ വീണ്ടും കാണിക്കുന്ന ഒരു കാര്യം എന്താണ്? ഒന്നാമതായിട്ട്, പ്രൈസ് ദി ലോർഡ്, അവരെ സഭ വളരുന്ന ഒരു സഭ. ഇവിടെ now about this time when the number of disciples were increasing, ശിഷ്യന്മാരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശിഷ്യന്മാരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു. ചിന്തിച്ചു നോക്കണമേ, വളരെ ചെറുതായിട്ട് തുടങ്ങിയ ഒരു സഭയാണ്. വലിയ വിധമായ സ്വത്തുകളോ ആസറ്റുകളോ ബിൽഡിങ്ങുകളോ ഭൂമികളോ ഒന്നുമില്ലാത്തൊരു സഭയാണ്. അതിൽ കൂടി മുമ്പോട്ട് വരുമ്പോൾ ഈ യഹൂദ പ്രമാണികളുടേതായ ഭീഷണികളും എല്ലാം വളരെയധികമുണ്ട്. അതോട് തന്നെ അങ്ങനെയുള്ള പ്രയാസങ്ങൾ കൂടിയൊക്കെയും സഭ മുമ്പോട്ട് വന്നെങ്കിലും ലൂക്കോസിന് വളരെ വ്യക്തമായിട്ട് നമ്മളോട് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വിഷയമാണ് സഭ വളരുന്ന ഒരു സഭ, വളരെ സംഖ്യയിൽ വർദ്ധിക്കുന്ന സഭ. ഇന്ന് രാത്രി നമുക്കും ഒരു ധൈര്യം തരേണ്ട ഒരു വിഷയം അതാണ്. നമ്മുടെ സഭയില്, നമ്മുടെ ജീവിതത്തില് എന്തെല്ലാം പ്രയാസങ്ങൾ നേരിട്ടാലും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ വെളിപ്പെടും. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ കീഴ്പ്പെടുത്തുകയില്ല. പ്രൈസ്. അതുകൊണ്ട് ദൈവവൈതലെ, എന്നെ കേൾക്കുന്ന ദൈവവൈതലെ, ഏത് കാലയളവിലും ഏത് സ്ഥലത്തും ഏത് നിലവാരത്തിലും ദൈവസഭയിലെ ഭീഷണികളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നാലും ദൈവത്തിന്റെ സഭ വളരും, ദൈവത്തിന്റെ കാര്യങ്ങൾ നടക്കും. കാരണം ഈ സഭ പണിയുന്നത് നമ്മളല്ല, നമ്മൾ കൂട്ടുവേലക്കാരാണ്. വി ആർ ലേബറേഴ്സ് വിത്ത് ക്രൈസ്റ്റ്. ജീസസ് ക്രൈസ്റ്റ് said, I will build my church. ഞാൻ എൻ്റെ സഭയെ പണിയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മളല്ല സഭ പണിയുന്നത്, നമ്മൾ സഭ പണിയുന്നവനായ യേശുവിൻ്റെ കൂട്ടുപണിക്കാരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആദ്യത്തെ വിഷയം, ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ ഒരല്പസമയം എടുത്ത് നിങ്ങൾ എല്ലാവരോടും കൂടെ ഒരു കാര്യം ഞാൻ വിശ്വാസത്താൽ ഇന്ന് രാത്രി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സഭകള്, അനേക സഭകള് ഇന്ന് വളർച്ചയില്ലാതിരിക്കുന്ന ഒരവസ്ഥയിലാണ്. പ്രൈസ് ദി ലോർഡ്. അത് വെറും വളർച്ചയെന്ന് പറയുന്ന ഒരു സഭയിൽ നിന്ന് വരുന്ന വേറൊരാൾക്ക് കുറച്ച് പേര്, അത് ജോലി കാര്യത്തിലോ വല്ല സ്ഥലം മാറ്റി വരുന്നവര് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു വളർച്ചയുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വന്ന് അവരെ വളരുമ്പോൾ അങ്ങനെ സംഖ്യ വർദ്ധിക്കുന്ന, അവർ പോയി വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നവരെ
അങ്ങനെയുള്ള വളർച്ചയല്ലാതെ സഭയിൽ പുതുതായ ജീവിതങ്ങൾ മുമ്പോട്ട് വരുന്ന സഭകള് അമേരിക്കയിലെ മലയാളി പെന്തക്കോസ്തുകാരുടെ ഇടയിലെ, അല്ലെങ്കിൽ ഇന്ത്യൻ പെന്തക്കോസ്തുകാരുടെ ഇടയിലെ, പാകിസ്ഥാനി പെന്തക്കോസ്തുകാരുടെ ഇടയിലെ വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇന്ത്യയിൽ എനിക്കറിയാം പല പ്രദേശങ്ങളിൽ അതുപോലെയുള്ള പലവിധമായ വർക്കുകൾ നടക്കുന്നുണ്ട്. ഞാനിതൊരു ജനറലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് അല്പസമയം എടുത്ത് ഒരു മിനിറ്റ് കുറഞ്ഞ് എടുത്ത് നമ്മളെല്ലാവരും ഒരു കൺഫെഷൻ, ഒരു കാര്യം ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പറയാം. ആ പറയുന്ന വിശ്വാസത്താലാണ് എന്താണ് ശിഷ്യന്മാരെ പെരുകി വരുന്ന ഒരു സഭയായിട്ട് നമ്മുടെ സഭയും തീരുമെന്ന് ഇന്ന് രാത്രി നമുക്ക് ധൈര്യത്തോടെ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഉത്ബോധന പ്രകാരം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു നിമിഷം എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് പറയാം. നമ്മുടെ സഭയിലും ശിഷ്യന്മാരെ ദിവസങ്ങളിലായിട്ട് എല്ലാ സഭകളും വളരുവാൻ, അനേക വിശ്വാസികൾ മുമ്പോട്ട് വരുവാൻ, അനേക ശിഷ്യന്മാർ മുമ്പോട്ട് വരുവാൻ, സഭയെ ദൈവം മുമ്പോട്ട് നമുക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരാൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. അതുകൊണ്ട് നമ്മുടെ പ്രാദേശിക സഭകൾ ദിവസങ്ങൾ വളരുവാൻ സ്വർഗത്തിലെ ദൈവമേ നിന്റെ വചനപ്രകാരം ആലോചന പ്രകാരം ഈ ദിവസങ്ങളിലായിട്ട് വികാസം പ്രാപിക്കുവാൻ തിരുമേനിയാക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പം ആദ്യത്തെ നമ്മുടെ വിഷയം ഇതാണ്, സഭ ശിഷ്യന്മാരെ പെരുകിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പെട്ടെന്ന് ഒരു 3-4 വാക്യങ്ങൾ നമുക്ക് വായിക്കേണ്ട, നിങ്ങളെ നോക്കിയിരുന്നാൽ മതി. ഞാൻ കാണിച്ചു തരാം ഒരു 3-4 ഭാഗങ്ങൾ കൂടി. ഈ 1-ാം അധ്യായം മുതൽ ഈ 6-ാം അധ്യായം വരെ വായിക്കുമ്പോൾ സ്പഷ്ടമായിട്ട് കാണുന്ന ഒരു വിഷയം അതാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ, ഈ സ്ക്രീനെ നോക്കിയാൽ മതി, 2-ാം അധ്യായത്തിന്റെ 41-ാം വാക്യം വായിക്കുമ്പോൾ സഭയുടെ തുടക്കമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ ഒരു ദിവസം 3000 വിശ്വാസികളായിട്ട് സഭ മാറി. 120 പേരായിട്ട് അവിടെ സിയോൻ മാളികയിൽ കൂടി ആരാധിച്ചിരുന്നിടത്ത് നിന്ന് പരിശുദ്ധാത്മാ സ്നാനം നടന്ന ദിവസം 3000 പേര് പുരുഷന്മാരാണ് സഭയോട് ചേർന്നു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 47-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വിഷയം, നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ ഈയിടെയായിട്ട് ഞങ്ങളുടെ സഭയിൽ പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ്, കർത്താവേ സഭയിലെ വിശ്വാസികളെ രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയിൽ അയക്കണം കർത്താവേ, സ്തോത്രം. അതുകൊണ്ട് ജാതികൾക്ക് ദൈവരാജ്യത്ത് വരാത്തവർക്ക് വിശ്വാസത്തിന്റെ വാതിൽ കർത്താവെ തുറന്നു കൊടുക്കണമേ. അത് ദിനം പ്രതിയുള്ള ഒരു വരവായിട്ട് തീരണമേ. ദിനം പ്രതി കർത്താവ് എല്ലാ ദിവസവും പുതിയ ആത്മാക്കൾ സഭയിൽ വരത്തക്കവണ്ണം, സഭയോട് ചേർക്കത്തക്കവണ്ണം കർത്താവെ നീ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ പ്രാർത്ഥനയുടെ മധ്യത്തിൽ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ദൈവം ഒരു കാര്യം കൂടെ വെളിപ്പെടുത്തി. ദൈവം എൻ്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തിയ ഒരു വിഷയം, പരിശുദ്ധമായി വെളിപ്പെടുത്തിയ ഒരു വിഷയം, എല്ലാ ദിനംതോറും ആത്മാക്കൾ സഭയോട് കൂട്ടണമെന്നുണ്ടെങ്കിൽ അത് കൂട്ടുന്ന ആരാണ്? നമ്മളാരുമല്ല, പരിശുദ്ധാത്മാവാണ് കൂട്ടുന്നത്. അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അങ്ങനെ കർത്താവ് ദിനം പ്രതി ആൾക്കാരെ രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആൾക്കാർ രക്ഷിക്കപ്പെടുന്നത്? അത് രക്ഷിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ വചനം കേട്ടാണ്, ദൈവ ശബ്ദം കേട്ടാണ് ആൾക്കാർ മനസ്സാന്തരപ്പെട്ട്, പാപികളെ മനസ്സാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചു, എല്ലാ ദിവസവും പോയി സുവിശേഷം പറഞ്ഞാൽ എല്ലാ ദിവസവും പുതിയ ആത്മാക്കളെ രക്ഷിച്ച് സഭയിലേക്ക് കൂട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ ദിവസവും സുവിശേഷം പറയുക. ഇന്ന് രാത്രി നമ്മൾ കേൾക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ വല്ല മാസത്തിൽ 1 മാസത്തിൽ 2 പ്രാവശ്യം അല്ല നമ്മുടെ ഉണർവ് യോഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പരസ്യയോഗങ്ങൾ പിന്നെ എന്തായിരിക്കണം? എല്ലാ ദിവസവും. അത് പാസ്റ്റർ മാത്രമല്ല,
ഈ സഭയിലുള്ള ഓരോ വിശ്വാസികളും പ്രൈസ് ദി ലോർഡ് എല്ലാ ദിവസവും ഒരാളോടെങ്കിലും സുവിശേഷം പറഞ്ഞ് കർത്താവ് അവരുടെ ഹൃദയം തുറക്കുന്നതിന് വേണ്ടി ആ ലിഡിയയുടെ ഹൃദയം തുറന്ന കർത്താവാണ്. എന്നാൽ തുറന്നതിൻ്റെ കാരണം പൗലോസ് ദൈവവചനം സംസാരിച്ചപ്പോഴാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാ സഭകളും ഇന്നിവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓർക്കേണ്ട ഒരു വിഷയം, സുവിശേഷം പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും കടമയാണ്. അതെല്ലാ ദിവസവും കർത്താവെ ഒരാളോടെങ്കിലും സുവിശേഷം പറയുവാൻ തക്കവണ്ണം എനിക്കൊരു സാഹചര്യം ഒരുക്കി തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ വളരെയധികം ഈ പ്രാർത്ഥനയുടെ മുമ്പിൽ മിക്കവാറും എല്ലാ ദിവസവും ആരോടെങ്കിലും കർത്താവിനെ കുറിച്ച് പറയുവാനും അറ്റ്ലീസ്റ്റ് എല്ലാ ആഴ്ചകളിലും ഒന്ന് രണ്ട് പുതിയ ആൾക്കാർ സഭയിൽ വരുവാനും രക്ഷിക്കപ്പെടുവാനും സഭയോട് ചേരുവാനും ഒക്കെയും ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം ഇവിടെ നമുക്ക് നമ്മുടെ സഭയിൽ വരുന്ന ഒരാളുമായിട്ട് ബന്ധപ്പെട്ട ഒരു നോൺ ക്രിസ്ത്യൻ വിശ്വാസിയായിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ജോലിയോടുകൂടി തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്ന പല സമ്പാദ്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു. അദ്ദേഹം വലിയൊരു പ്രതിസന്ധിയുടെ മുമ്പിൽ ഇനി ജീവിക്കേണ്ട എന്ന് പോലും തീരുമാനിച്ച് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെയധികം കഷ്ടപ്പെട്ടു. ഇവർ രണ്ടുപേരും വിശ്വാസികളല്ല, ക്രിസ്ത്യാനികളല്ല. ആ സമയത്ത് ആ ഭാര്യ പറഞ്ഞു, നമുക്ക് പരിചയമുള്ള ഒരാളുണ്ടല്ലോ ഇവിടെ ചർച്ച് പോകുന്നയാൾ, ആ ആളിനെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ പാസ്റ്ററെ വിളിച്ച് പാസ്റ്റർ വന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ എന്ന് ഒന്ന് ചോദിക്കാം എന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ടവൻ എന്നെ വിളിച്ചു. ഈ ജോലി നഷ്ടപ്പെട്ട ആളല്ല, ജോലി നഷ്ടപ്പെട്ട ആളിൻ്റെ പരിചയത്തിലുള്ള ഒരു വിശ്വാസി എന്നെ വിളിച്ച് രാത്രി ഏകദേശം 9 മണിയായി. ആ സമയത്ത് എന്നെ വിളിച്ചു. ഞാൻ അന്നേരം തന്നെ ഞാനും സൂസനും കൂടെ അവിടെ പോവുകയും ആ പ്രിയപ്പെട്ടവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ പ്രിയപ്പെട്ടവൻ 10-20 ദിവസം കഴിയുമ്പോൾ തൻ്റെ അവസ്ഥയ്ക്കൊക്കെയും ഒത്തിരി വ്യത്യാസം വന്ന് ഇവിടുന്ന് പോകേണ്ടതായ അവസ്ഥകളൊക്കെയും ആയിരുന്നു. എന്നാൽ അന്ന് രാത്രി ഞങ്ങൾ ദൈവത്തോട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് പോന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ആ പ്രിയപ്പെട്ടവന് ജോലിക്കൊരു ഓഫർ കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ആ ഭവനം ആ കുടുംബമായിട്ട് അവരെ ആ പ്രിയപ്പെട്ടവനും ഭാര്യയും കുടുംബമായിട്ട് ഇന്നലെ നമ്മുടെ സഭായോഗത്തിൽ വരുവാനും കർത്താവിനെ സ്തുതിക്കുവാനും ഇടയായി തീർന്നു. അങ്ങനെ ഓരോ ദിവസവും ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, ഞാൻ അങ്ങോട്ട് പോയി നോക്കിയ ആളല്ല, കർത്താവ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമുക്ക് പരിചയപ്പെടുത്തി സുവിശേഷം പറയുവാൻ ഒരവസരം ഉണ്ടാക്കിയ ഒരവസരമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിലായിട്ട് സഭ വളരെയധികം ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. കർത്താവെ, ജാതികൾക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. 2-ാം അധ്യായത്തിൽ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി, എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞാൽ, ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ദിനം പ്രതി സഭയോട് ചേരുന്ന അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. നോക്കണമേ, ഇവിടെ ലൂക്കോസ് എഴുതുമ്പോൾ താൻ ഒരു കാര്യം സ്പഷ്ടമായിട്ട് നമ്മളോട് പറയുകയാണ്. ഇപ്പം 3000 നമ്പർ, ഈ 3000-ൽ നിന്ന് വീണ്ടും വർദ്ധിക്കുകയാണ്. ദിനം പ്രതി കർത്താവ് വിശ്വാസികളെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ അവരുടെ കൂട്ടം 5000-മായി എന്ന് താൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് 5-ാം അധ്യായത്തിലെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന, മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ചേർന്നു. ഇവിടുത്തെ നമുക്ക് ഓർക്കേണ്ട വാക്കിതാണ് അനവധി, മൾട്ടിറ്റ്യൂഡ് ഓഫ് മെൻ ആൻഡ് വിമൻ. ഇപ്പൊ 3000 കഴിഞ്ഞു, 5000 കഴിഞ്ഞു, ദിവസം തോറും ചേർത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ അനവധിയായ പുരുഷന്മാർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ ശേഷം ആണ് നമ്മൾ 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ്? ശിഷ്യന്മാരെ പെരുകി വരുന്നവരനുഭവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പെരുകയാണ്. അതിന്റെ 7-ാം വാക്യത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ദൈവവചനം പരന്നു. യെരൂശലേമിലെ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും വർദ്ധിച്ചു. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസാധീനമായി തീർന്നു. ഇത്രയും നാളും ഈ പുരോഹിതന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പുരോഹിതന്മാരുടെ വലിയൊരു കൂട്ടം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഇത് രാത്രി ലൂക്കോസിന് നമ്മളോട് കാണിക്കാനുള്ള വിഷയം, ദൈവസഭ
വളരുന്ന ഒരു സഭയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസഭ വളരുന്ന ഒരു സഭ. റിമാർക്കബിൾ ഗ്രോത്ത് ഓഫ് ദി ഏർലി ചർച്ച്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. നമ്മുടെ പ്രാദേശിക സഭകള്, നമ്മുടെ സഭകൾ കർത്താവെ ഒരു റിമാർക്കബിൾ ഗ്രോത്ത്, ഒരു പെരുകുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവിനെ നടത്തണമേ എന്ന് ഇന്ന് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് എൻ്റെ ഒന്നാമത്തെ വിഷയം. 6-ാം അധ്യായത്തിൽ നിന്ന് ആദ്യമായിട്ട് കാണിക്കാനുള്ള ഒരു വിഷയം എന്താണ്? പെരുകി വരുന്ന ഒരു സഭ, പെരുകി വളരുന്ന ഒരു സഭ, പെരുകി വളരുന്ന ഒരു സഭ, ദിനം പ്രതി വിശ്വാസികളെ ചേർക്കുന്ന ഒരു സഭ. ഹല്ലേലൂയ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ. അതുപോലെ തന്നെ നമ്മുടെ സഭയുമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ വിഷയം ഇവിടെ അതിൻ്റെ 1-ാം വാക്യം നമ്മൾ വായിച്ചു. അത് വായിച്ചപ്പോൾ ഇരിക്കുന്നത് പിന്നെ ബിൻസി സിസ്റ്റർ 1-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരോട് നേരെ പിറുപിറുത്തു. മതി. ഇതാണ് പ്രശ്നം. സഭയില് ഇതിനു മുമ്പ് ഉണ്ടായ പല പ്രശ്നങ്ങളുണ്ട്. സഭയിൽ പുറത്തു നിന്നുള്ള പെർസിക്യൂഷൻ, പ്രൈസ് ദി ലോർഡ്, പീഡനം ഉണ്ടായിരുന്നു. സൻഹെഡ്രിൻ മറ്റുള്ള യഹൂദന്മാരൊക്കെയും പുറത്തു നിന്ന് ഇവരെ ഉപദ്രവിച്ചു. അപ്പോസ്തലന്മാർ ജയിലിൽ പോയ അവസ്ഥകളൊക്കെ നമ്മൾ വായിച്ചു. അതിനുശേഷം അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും കാണുന്നില്ല എന്ന് പിശാച് കണ്ടപ്പോൾ അവനകത്തുള്ളവരെ, വിശ്വാസികളായവരെ സഭയ്ക്കെതിരായിട്ട്, സഭയുടെ ആ വിശുദ്ധിക്കും വേർപാടിനും എതിരായിട്ടുള്ളൊരു പ്രവർത്തനത്തിലേക്ക് നടത്തി. അവിടാണ് നമ്മൾ അനന്യാസിൻ്റെയും സഫീറായുടെയും കാര്യം നമ്മൾ പഠിച്ചു. പത്രോസ് അവരോട് സംസാരിക്കുമ്പോൾ, അനന്യാസെ, ഇങ്ങനെ നിന്റെ ഹൃദയത്തിൽ തോന്നുവാൻ പിശാച് നിന്റെ ഹൃദയത്തെ എടുത്തല്ലോ എന്ന്. അപ്പോൾ പിശാചാണ് അതിന് പുറകിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ സഭയിലെ അകത്തുനിന്ന് തന്നെ, സഭയ്ക്കകത്ത് തന്നെ ഒരു പാപം ഉണ്ടാക്കി ദൈവക്രോപം ഉണ്ടാക്കാൻ വേണ്ടി പിശാച് ശ്രമിച്ചു. അതും ഫലിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ വീണ്ടും അതുപോലെയുള്ള ഒരു കാര്യം, വേറൊരു കാര്യം, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളും ഞങ്ങളും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. യൗവനക്കാരായിരിക്കുന്ന ഞങ്ങളെ നിങ്ങൾ എബ്രായക്കാരായ വിധവമാരെ പോലെ നോക്കുന്നില്ല എന്നുള്ള ഒരു മർമർ ഒരു എന്താണ് പറയുന്നത്, they were complaining and murmuring. അത് അവരതിനെക്കുറിച്ച് പല കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ സമയം 6-ാം അധ്യായത്തിൽ പിറുപിറുക്കലും പരാതിയും സഭയെ ഭിന്നിപ്പിക്കുമെന്ന് അവരെ ഭീഷണി ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേക സഭകൾ വളരുന്നതിനേക്കാളും കൂടുതൽ ഭിന്നിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ ഈ ദിവസങ്ങൾ കാണുന്നത്. നിസ്സാരമായ വിഷയങ്ങളുടെ ഇതുപോലെയുള്ള വിഷയങ്ങൾ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ചിലപ്പം സംസാരിച്ചില്ല എന്നുള്ള വേഷത്തിൽ, അല്ലെങ്കിൽ ഇന്നയാൾക്ക് ഇന്ന സ്ഥാനം കൊടുത്തില്ല, മറ്റേ ആളിന് കൊടുത്തു എന്നുള്ള നിസ്സാരമായ വിഷയങ്ങൾ സഭയിൽ കൊണ്ടുവന്ന് സഭയെ ഭിന്നിപ്പിക്കുവാൻ പരിശ്രമിക്കുന്നത് ദൈവത്തിന് പരിശുദ്ധാത്മാവല്ല. അങ്ങനെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ആരും ദൈവ പരിശുദ്ധാത്മ ശക്തിയിൽ അല്ല, പിന്നെയോ സ്വന്തമായ ആഗ്രഹങ്ങളുടെയും അഭിലാഷങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അങ്ങനെയുള്ള വിഷയങ്ങൾ നടക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യല്ല, പിന്നെയോ അവർ റെക്കൺസീലിയേഷൻ കൊണ്ടുവരുവാനും സഭ വളരുവാനും നമ്മൾ ശ്രമിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ സഭയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും, എന്നാൽ നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരായിട്ടല്ല, പിന്നെ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരകനാകുക. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇവിടെ അപ്പോസ്തലനായ പത്രോസ് ഈ കാര്യം സംസാരിക്കുമ്പോൾ താൻ വളരെ പ്രാഗൽഭ്യത്തോടും ദൈവാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് സ്നേഹത്തോടും സൗമ്യതയോടും ശിഷ്യന്മാരോട് സംസാരിച്ച് ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലാതെ ഞാൻ അപ്പോസ്തലനാണ്, ഞാൻ ഏറ്റവും വലിയ അപ്പോസ്തലനാണ്, ഞാൻ ഇത്രയും നാളും കാര്യങ്ങളൊക്കെ ചെയ്തു, എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു, ഇതും ഭംഗിയായിട്ട് നടക്കുന്നു, നിങ്ങൾ എന്താണ് അലങ്കോലം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു വഴക്കിന് വേണ്ടി പോകാതെ, പ്രൈസ് ദി ലോർഡ്, ആ സഭയിലെ ശിഷ്യന്മാരെ എല്ലാവരെയും കൂട്ടി വിളിച്ച് താൻ അവരോട് സംസാരിക്കുകയാണ്. എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്? അതാണ് ഈ 2-ാമത്തെ വിഷയം ലൂക്കോസ് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. When there was a problem, how did they approach to solve the problem? ആ വിഷയം എങ്ങനെ അവർ പരിഹരിച്ചു? അത് നമുക്കും ഒരു മാതൃകയായിരിക്കണം, നമ്മുടെ സഭകളിലും ഒരു മാതൃകയായിരിക്കും. ഒരു വിഷയം
ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സഭയെ ഭിന്നിപ്പിച്ച് അതിന് രണ്ട് നേതൃത്വം കൊടുത്ത് പോകാനുള്ള ഒരു പ്രവണതയിൽ നിന്ന് മാറി അതിൽ ഒരുമിച്ച് നിൽക്കാൻ കർത്താവെ, ഇത് യാതൊരു വിധത്തിലും പിരിഞ്ഞു പോവാതെ ഒരുമിച്ച് നിന്ന് കർത്താവിനെ സ്തുതിക്കുവാനുള്ള കൃപ തരണമേ, അതിനുള്ള സാഹചര്യങ്ങളെ ഒരുക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഇതുകൊണ്ട് ഇവിടെ അപ്പോസ്തലൻ എന്താണ് പറഞ്ഞതെന്ന് അതിൻ്റെ 3-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. സുജ സിസ്റ്റർ വായിച്ചാണ് 3-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. അവരെ ഈ വേലയ്ക്ക് ആക്കാം. അടുത്ത വാക്യം വായിച്ചാൽ. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, സഹോദരന്മാരെ, ഞങ്ങള് ഇനിയും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങളെ ചിലരെ തിരഞ്ഞെടുത്ത് നമുക്ക് ഈ വേലയ്ക്ക് വേണ്ടി അവരെ നിയമിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ താനൊരു പരിഹാരം ഇതിന് കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 5-ാം അധ്യായത്തിൽ നമ്മളെ പ്രതിസന്ധി ദൈവത്തിനെതിരായിട്ടുള്ളൊരു പാപമാണ്, അനന്യാസും സഫീറായി. ഇവിടെ 6-ാം അധ്യായത്തിൽ പ്രതിസന്ധി പരസ്പരമുള്ള ഒരു വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. അനേക സഭകളിലെ പ്രശ്നങ്ങള് വ്യക്തികൾ തമ്മിലുള്ള പ്രയാസങ്ങളാണ്. ദൈവമായിട്ടുള്ള, അത് അതിൻ്റെ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള പാപം ചെയ്യുന്ന വിഷയങ്ങളാണ്. എന്നാൽ പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ കുറവ് കൊണ്ടും നിസാരമായ വിഷയങ്ങൾ കൊണ്ടും അന്യോന്യം ബന്ധമില്ലാതെ സ്നേഹമില്ലാതെ നിൽക്കുന്ന അനേകർ നമ്മുടെ സഭകളിലുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആ രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ കർത്താവേ, അതിന് ഒരു വ്യത്യാസം എൻ്റെ ജീവിതത്തിൽ തരണമേ എന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി സഭയിൽ ഒരു പ്രശ്നമായിട്ട് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം ഇതുപോലെ സ്നേഹത്തോടെ സമാധാനത്തോടെ ഒന്ന് പരിഹരിക്കാൻ കർത്താവ് എനിക്ക് കൃപ തരണമേ എന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവ് ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് പഠനത്തിന് വേണ്ടിയാണെങ്കിലും അത് നമ്മുടെ ജീവിതത്തെയും കൂടെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയാണ്. ഇന്ന് രാത്രി ആരെങ്കിലും ഒരു പ്രശ്നത്തിൽ നിൽക്കുന്നെങ്കിൽ, ഒരു പ്രശ്നത്തിന്റെ വിഷയവുമായിട്ട് നിൽക്കുന്നെങ്കിൽ, ഇതുപോലെ തന്നെ അപ്പോസ്തലനായ പത്രോസിന്റെ ആ സമീപനം പോലെ താൻ എങ്ങനെയാണ് സ്നേഹത്തോടെ സമാധാനത്തോടെ അതിനൊരു പരിഹാരം കൊണ്ടുവന്നതുപോലെ സ്നേഹത്തോടും സമാധാനത്തോടും കൂടി ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേക സഭകളിൽ നടക്കുന്ന ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞത്. ഈ പരസ്പരം ഉള്ള ആ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഭിന്നതകൾ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ അതിനോട് ചേർന്ന് ഒരു വാക്കുകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ വായിച്ച ഭാഗത്തേക്ക് കടന്നു വരാം. ഫിലിപ്പിയ ലേഖനത്തിലെ 2-ാം അധ്യായത്തിലെ 14-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ പറയുന്നത്, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിന് നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വിഷയമാണ്. എല്ലാ പിറുപിറുപ്പും വാദവും നമ്മൾ ഇല്ലാതെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടത്തി എന്ന് പറഞ്ഞാൽ, ഈ അനേകരുടെ മധ്യത്തിൽ പെന്തക്കോസ് സഭ ഇന്ന് നമ്മുടെ ഒരു പെന്തക്കോസ് എന്ന് പറയുന്നത് തന്നെ അനേകർക്കും പ്രയാസമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ ഹല്ലേലൂയ ഒരു വിശ്വാസത്തിന്റെ ഒരു സ്ഥലത്തേക്ക് വരാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഇന്ന് പ്രേരിപ്പിക്കുകയാണ്. പരമാർത്ഥികളായിട്ട് അനിന്ദ്യര് ഹല്ലേലൂയ വിശ്വാസികളായ നമ്മള് ആ ജീവിക്കുന്ന ജനത്തിന്റെ മധ്യത്തിൽ അനിന്ദ്യരായിരിക്കണം, പരമാർത്ഥികളായിരിക്കണം, ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ എല്ലാം സമാധാനമായിട്ട് ഒരു വിശ്വാസിക്ക് അനുരൂപമായ രീതിയിൽ നമ്മൾ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ അനേക പെന്തക്കോസ്ത് സഭകൾ ഇന്ന് കേസ് ഒരു കോടതിയിലെ
ദൈവമക്കളായ അല്ലാത്തവരായിരിക്കുന്ന ജഡ്ജികൾ നമ്മളുടെ കാര്യം, ദൈവമക്കളായിരിക്കുന്ന നമ്മളുടെ കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മളോട് പറയുന്ന അവസ്ഥ വരെ വന്നിരിക്കുന്ന കാലയളവാണ് ദൈവസഭ ആയിരിക്കുന്നത്. അങ്ങനെയുള്ള നമ്മുടെ ഒരു സ്ഥിതി മാറ്റി കർത്താവെ, ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ മധ്യത്തിൽ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന് നിഷ്കളങ്ക മക്കളുമായി ഞങ്ങൾ ജീവിക്കേണ്ടതിന് കർത്താവെ സ്തോത്രം. ഞങ്ങളുടെ ഇടയിൽ യാതൊരു വിധമായ പിറുപിറുപ്പുകളും വാഗ്വാദവും കൂടാതെ ഞങ്ങൾ സ്നേഹമുള്ളവരായിട്ട്, സമാധാനമുള്ളവരായിട്ട് ഞങ്ങളുടെ സഭയും കർത്താവെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണമേ എന്ന് ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. പരാതിപ്പെടൽ, പിറുപിറുക്കൽ എന്നിവയേക്കാൾ സഭയെ നശിപ്പിക്കുന്ന വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. പ്രധാന വിഷയങ്ങൾ, സഭയെ ഭിന്നിപ്പിക്കുന്ന പ്രധാന വിഷയങ്ങളാണ് ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിക്ക് കീഴ്പ്പെടുത്ത് ഇരിക്കാൻ മനസ്സില്ലാതെ വാഗ്വാദത്തിലേക്ക് ഇറങ്ങി അത് പരിഹരിക്കാൻ സഭയിൽ പോലും കഴിവില്ലാതെ കോടതികളിലും മറ്റുള്ള സ്ഥലങ്ങളിലും പോയി നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ സ്ഥാനം, ആ മാഹാത്മ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ലൂക്കോസ് നമ്മളോട് പറയുന്ന എഴുതിയിരിക്കുന്ന 6-ാം അധ്യായത്തിലെ അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മളുടെ ഉത്തേജനത്തിന് വേണ്ടിയും നമ്മളുടെ ഒരു ചിന്തയ്ക്ക് വേണ്ടിയും നമ്മളുടെ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയാണെന്ന് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സഭയ്ക്ക് പ്രശ്നങ്ങളുണ്ടാകും, എന്നാൽ നാം ഒരു പ്രശ്നക്കാരനായി മാറാതെ പ്രശ്നം പരിഹരിക്കുന്നതുമായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഇനിയും അതിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എന്താണ് അപ്പോസ്തലൻ്റെ പരിഹാരം? ഈ പ്രശ്നത്തിലുള്ള പരിഹാരം എന്താണ്? അപ്പോസ്തലൻ പറഞ്ഞില്ല, ഞങ്ങളെല്ലാം കൂടി കുറച്ചുകൂടി നിങ്ങളെ സഹായിക്കാൻ ഈ അപ്പോസ്തലനായ പത്രോസും യാക്കോബും യോഹന്നാനും ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നവരാണ്. ഇനി അടുത്ത 2 മാസത്തേക്ക് ഞങ്ങൾ യൗവനക്കാരുടെ ഇടയിൽ വന്ന് നിങ്ങൾക്ക് ഭക്ഷണം തരാം, പ്രശ്നങ്ങൾ മാറ്റാം എന്നല്ല പറഞ്ഞത്. പ്രശ്നത്തിൻ്റെ പരിഹാരം അവിടെ അല്ല. എന്താണ് അപ്പോസ്തലൻ പറഞ്ഞത്? നിങ്ങളുടെ ഇടയിൽ നിന്ന് ഇന്ന രീതിയിലുള്ള ചിലരെ തിരഞ്ഞെടുക്കുക, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സകലരും വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഒരു വിശ്വാസിയുടെ ജീവിതം, പാസ്റ്റർ ആണെങ്കിലും പാസ്റ്റർ അല്ലെങ്കിലും ഒരു വിശ്വാസിയുടെ ജീവിതം, പാസ്റ്റർ ആണെങ്കിൽ ഏറ്റവും അധികം വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ കാതലായിരിക്കുന്ന 2 വിഷയങ്ങളാണ്. നമ്മൾ അനേക ചാരിറ്റബിൾ വർക്കൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ഹോസ്പിറ്റലുകളിൽ പോവുകയും സ്കൂളുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമായിരിക്കുന്ന 2 വിഷയങ്ങളാണ്. ഒന്ന് പ്രാർത്ഥന, രണ്ടാമത്തെ വിഷയം വചന ശുശ്രൂഷയും, വചനം പഠിക്കുകയും വചന ശുശ്രൂഷയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ചോദിക്കുന്ന കാര്യം, ഞങ്ങൾ മേശയിൽ വിട്ട് ഞങ്ങൾ വചനം വിട്ട് മേശയിൽ ശുശ്രൂഷിക്കണമോ? പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഒറ്റിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എനിക്ക് നിങ്ങളെ ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ പാസ്റ്റേഴ്സ് ഉണ്ട്, നമ്മുടെ കൂട്ടത്തിൽ പാസ്റ്റേഴ്സ് അല്ലാത്ത ശുശ്രൂഷകരുണ്ട്. ഈ ശുശ്രൂഷകരായിട്ട് അല്ലാത്ത എല്ലാവരോടും എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ സഭയിലെ പാസ്റ്റർ, പ്രൈസ് ദി ലോർഡ്, ആ പാസ്റ്റർ ഈ സഭയുടെയും പാർസനേജിൻ്റെയും മായ കാര്യങ്ങളൊക്കെ നോക്കി അവിടുത്തെ ക്ലീനിങ്ങും അതും ഇതൊക്കെയും ചെയ്ത് സമയം കളഞ്ഞ്, അതുപോലെ മറ്റുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് സമയം കളയാനുള്ള സാധ്യത വരാതെ സഭയിലുള്ള വിശ്വാസികളുടെ കാര്യങ്ങളൊക്കെയും ഏറ്റെടുക്കുകയും അതോടുകൂടി തന്നെ ആ പാസ്റ്ററിനും ലീഡർഷിപ്പിലുള്ളവർക്കും അധികം സമയം പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഇരിക്കുവാൻ ഒരു സാഹചര്യം എല്ലാ സഭയിലും ഒരുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ ജീവിതങ്ങളൊക്കെയും ഒന്ന് ക്രമീകരിച്ചിട്ട് ഹല്ലേലൂയ, വചനത്തിലും പ്രാർത്ഥനയിലും നമ്മൾ ഏറ്റവും ജാഗ്രതയോടെ ഇരിക്കണം. അങ്ങനെയുള്ള സഭയാണ് വളരുന്നത്. അങ്ങനെയുള്ള സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് പെട്ടെന്ന് പരിഹരിക്കും. അങ്ങനെയുള്ള സഭകൾ ഭിന്നിച്ചു പോകാതെ ഐക്യത്തോടെ നിൽക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഒറ്റിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എല്ലാ പാസ്റ്റേഴ്സും ശുശ്രൂഷകന്മാരും ഇവാഞ്ചലിസ്റ്റും വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വിഷയമാണ്. പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവ് തിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഞാൻ ആ ഭാഗത്തേക്ക് തിരിച്ചു വരട്ടെ. 3-4 ഭാഗങ്ങൾ വായിക്കാനുണ്ട്. ഞാൻ പെട്ടെന്ന് വായിച്ചുകൊണ്ട് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം. The ministry of the word is the ministry of study. Praise the Lord. ഇവിടെ പിന്നെ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 46-ാം വാക്യം വായിക്കുമ്പോൾ യേശുക്രിസ്തു നമുക്ക് ഒരു മാതൃകയാണ്. യേശുക്രിസ്തു താന് അവിടെ വളരെ ചെറുപ്രായത്തിൽ തന്നെ വചനം പഠിക്കുവാൻ വേണ്ടി ദേവാലയത്തിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ യേശുക്രിസ്തു എബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുമ്പോൾ യേശുക്രിസ്തു വചനം പഠിച്ചത് മാത്രമല്ല, പിതാവേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിന്റെ ഇഷ്ടം ചെയ്യുക. എന്തോ ഇഷ്ടം? He has anointed me to preach the gospel. അതാണ് അടുത്ത വാക്യം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ, പ്രസംഗിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട, വചനത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരിക്കേണ്ട 3 കാര്യങ്ങളാണ് ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. വചനം പഠിക്കുക, വചനം അതുപോലെ പ്രവൃത്തിയിൽ കൊണ്ടുവരിക, ആ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്ന ശേഷം വചനം പഠിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്റ്റഡി, ഡു ആൻഡ് ടീച്ച്. പ്രൈസ് ദി ലോർഡ്. ഈ വിഷയമാണ് നമ്മൾ ഓർക്കേണ്ട വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ വചനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ വചനം പഠിക്കുവാനും വചനം പ്രാവർത്തികമാക്കുവാനും അത് പഠിപ്പിക്കുവാനും നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. എസ്രായുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ നമുക്ക് സമയമില്ലാത്ത വായിക്കേണ്ട. ഞാൻ അത് ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചാൽ മലയാളം പറയാം. The good hand of the Lord was upon Ezra because he set his heart to study the law of the Lord. എസ്രായോട് ദൈവത്തിന് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നതിന് കാരണം അവൻ ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ വേണ്ടി അവന്റെ ഹൃദയത്തെ അവൻ ക്രമീകരിച്ചു. He set his heart to study the law of the Lord and to do it. പഠിക്കുക മാത്രമല്ല, അതവൻ അതുപോലെ ചെയ്തു. അവനത് ചെയ്യുവാൻ തക്കവണ്ണം അവനെ ക്രമീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. And to teach the statutes and ordinance in Israel. ഇസ്രായേൽ അത് പഠിപ്പിക്കുവാൻ 3 കാര്യങ്ങൾ ഇന്ന് രാത്രി ഓർക്കണം. അനേകരുടെ ജീവിതത്തിൽ വചനം പഠിക്കുന്നുണ്ട്, വചനം പഠിപ്പിക്കുന്നുണ്ട്, എന്നാൽ വചനം പ്രായോഗികമാക്കാറില്ല. നിങ്ങൾ എന്നെ കേൾക്കുന്ന സകലരും, പാസ്റ്റേഴ്സും അല്ലാത്തവരുമായിട്ടുള്ള സകല വിശ്വാസികളും ഇന്ന് കേൾക്കുമ്പോൾ ഓർക്കണം, നമ്മൾ വചനം പഠിക്കണം. വചനം പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ, പ്രാവർത്തിക ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർക്ക് വചനപ്രകാരവും മാതൃകയായിട്ട് നമ്മൾ ജീവിക്കണം. അതിനുശേഷം മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ നമ്മൾ ബാധ്യതരാണ്. പ്രൈസ് ദി ലോർഡ്. പഠിപ്പിക്കുക, ചെയ്യുക, പഠിക്കുക, ചെയ്യുക, പഠിപ്പിക്കുക. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. The ministry of the word is nothing but a study of the word. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, ഈ ന്യായപ്രമാണ പുസ്തകത്തിലെ നിന്റെ വായിൽ നിന്ന് വിട്ടുപോകരുത്, അത് എഴുതിയിരിക്കുന്നത് പോലെ നീ പ്രമാണിച്ച് നടക്കേണ്ടത്, നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. The law of the Lord shall not depart from your mouth. Meditate on it day and night so that you may prosper in your ways. Hallelujah. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവവചനം പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രസക്തി നമ്മൾ കൊടുക്കണം. ദൈവവചനം പഠിക്കുന്നവർ തന്നെ ദൈവവചനം പ്രാവർത്തികമായിട്ട് നമ്മുടെ ജീവിതം അതിനനുസരിച്ച് തിരിയുവാൻ തക്കവണ്ണം മുമ്പോട്ട് പോകുവാൻ നമ്മളെ തന്നെ ക്രമീകരിക്കണം. നമ്മളത് പഠിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോടൊരു കാര്യം ഒരു നിമിഷം ചെയ്യാൻ പോവാണ്. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഈ 3 വാക്കുകൾ നമുക്ക് ഒരുമിച്ച് ഒന്ന് പറയാം. പ്രൈസ് ദി ലോർഡ്. പഠിക്കുക, ചെയ്യുക, പഠിപ്പിക്കുക. ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട ഒരു വിഷയമാണ് പഠിക്കുക, ചെയ്യുക, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. ഞാൻ ഇത് ഇംഗ്ലീഷില് ഒരു ദേവദാസൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഇംഗ്ലീഷ് വായിക്കാൻ മലയാളം പറയാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ പത്രോസ്. അപ്പൊ ആദ്യമേ ഈ വിഷയം നമ്മൾ പഠിച്ചത് ലൂക്കോസ് 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എഴുതിക്കുന്നത് സഭ എത്രയെല്ലാം പ്രതിബന്ധങ്ങൾ വന്നെങ്കിലും എത്ര ശക്തിയോടെ വളരുന്നു. അതാണ് തൻ്റെ 1-ാമത്തെ വിഷയം. 2-ാമത്തെ വിഷയം, അവിടെ സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി, എന്നാൽ പ്രശ്നങ്ങൾ ഒരു ഭിന്നത ഉണ്ടാക്കാതെ ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കുവാൻ അപ്പോസ്തലനായ പത്രോസ് ശ്രമിച്ചു. അതാണ് 2-ാമതായിട്ട് ലൂക്കോസ് കാണിക്കുന്നത്. സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും,
എന്നാൽ നമ്മളൊരു പ്രശ്നക്കാരനായി മാറാതെ പ്രശ്നം പരിഹരിക്കുന്നവനായിട്ട് മാറുക. മൂന്നാമതായിട്ട് ആ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്, ഞങ്ങളോ ദൈവ വചനത്തിന്റെ ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ നിന്ന് കഴിവുള്ള ചില വ്യക്തികൾ, അതിനാരാന്ന് അടുത്ത വാക്യത്തിൽ പറയാം, നിങ്ങളെ തിരഞ്ഞെടുക്കുക, അവരെ അതിനുവേണ്ടി നമുക്ക് നിയമിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയും ദൈവവചനത്തിന്റെ ശുശ്രൂഷയും, ദൈവവചനത്തിന്റെ പഠിപ്പും പ്രായോഗികവും അതിൻ്റെ പഠിപ്പീരും അതുപോലെ തന്നെ പ്രാർത്ഥനയും ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഘടകങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു ദേവദാസൻ EM ബൗൺസ് എന്ന് പറയുന്ന ദേവദാസൻ എഴുതിയിരിക്കുന്നത്, 10 minutes on your knees will give you a truer, deeper, more open knowledge of God than 10 hours over your books. 10 മിനിറ്റ് പ്രാർത്ഥിക്കുന്നത് 10 മണിക്കൂർ പഠിക്കുന്നതിനേക്കാൾ നിന്റെ ജീവിതത്തിൽ ഒരു ആത്മീയ വ്യത്യാസം ഉണ്ടാകുമെന്ന് ഈ പ്രിയപ്പെട്ടവൻ പറയുകയാണ്. 10 മിനിറ്റിന്റെ പ്രാർത്ഥന 10 മണിക്കൂറിന്റെ പഠനത്തെക്കാളും ബെറ്റർ ആണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. രണ്ടാമത്, be constant and fervent in prayer. The springs of spiritual life opened in the closet will pour forth never failing streams of life in the pulpit. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ പിന്നെ നമ്മള് രഹസ്യമായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥന നമ്മുടെ പുൽപ്പീറ്റിൽ എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുമ്പോൾ വളരെ ശക്തിയോടെ ആയിത്തീരും. അതുകൊണ്ട് രഹസ്യ പ്രാർത്ഥന, തന്നെയുള്ള പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന വളരെ അത്യാവശ്യമാണെന്ന് ഈ പ്രിയപ്പെട്ടവൻ കാണിക്കുകയാണ്. മൂന്നാമതായിട്ട്, വാട്ട് ദ ചർച്ച് നീഡ്സ് ടുഡേ ഈസ് നോട്ട് മോർ മെഷീനറി ഓർ more men, more novel methods, but men whom the Holy Ghost can use. Men of prayer, men of might. The Holy Ghost does not flow through methods, but through men. ഞാൻ നിർത്തിയിട്ട് പറയാം. അദ്ദേഹം പറയുന്നത്, ഇന്ന് ചർച്ചിന് ആവശ്യമായിരിക്കുന്നത് വലിയ ആസക്തികളൊന്നുമല്ല, പിന്നെയോ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ദൈവ മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. The Holy Ghost does not flow through machines. ഈ പരിശുദ്ധാത്മാവ് മെഷീനിൽ കൂടെയോ മെത്തേഡിൽ കൂടെയോ അല്ല, പിന്നെയോ he flow through men and women of God. മനുഷ്യരിൽ കൂടി, ദൈവ മക്കൾ കൂടി. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളെ പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പത്രോസ് വളരെ പ്രാധാന്യമായിട്ട് പറഞ്ഞത്, ഞങ്ങളോ ദൈവവചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഞങ്ങൾ ജാഗരിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനിയും പ്രൈസ് ദി ലോർഡ്. നമുക്ക് എൻ്റെ 4ാം പോയിന്റിലേക്ക് വരാം. ഗാഡ്ലിനെസ് ഓർ ഗിഫ്റ്റഡ്നെസ്. പിന്നെ മേഴ്സി സിസ്റ്റർ വായിച്ചായിട്ട് അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 6:3. മേഴ്സി ഇല്ലെങ്കിൽ അഞ്ജു സിസ്റ്റർ വായിച്ചായിട്ട്. ആകയാൽ സഹോദരന്മാരെ, ആത്മാവ് ജ്ഞാനം നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവീൻ. ഒരു വാക്യം വായിച്ചാൽ അടുത്ത വാക്യം കൂടെ, 4 കൂടെ. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം കൂടെ, അടുത്ത വാക്യം കൂടെ വായിച്ചാൽ. ഈ വാക്ക് കൂട്ടത്തിനൊക്കെ ബോധ്യമായി മതി അവിടെ നിർത്തിക്കാറ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പത്രോസ് പറഞ്ഞത് എന്താ പറഞ്ഞത്? So the 12 called the disciples together and said, it is not appropriate for us to neglect the word of God and serve tables. Therefore, brothers, choose from among you 7 men with good reputation, men of godly character and moral integrity, full of the spirit of God and wisdom, whom we may appoint. നമ്മുടെ ഇവിടെ ലൂക്കോസ് ചൂണ്ടിക്കാണിക്കുന്ന വേറൊരു വിഷയം, സാധാരണ നമ്മൾ ഒരാളെ നമ്മുടെ മിനിസ്ട്രിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആദ്യമേ നോക്കുന്ന വിഷയം എന്താണ്? ഞാനിതൊരു ആരെയും ബാഷ് ചെയ്യാൻ വേണ്ടി പറയില്ല. നമ്മൾ ആദ്യം പറയുന്നത്, യു ഷുഡ് ഹാവ് എ മാസ്റ്റേഴ്സ് ഇൻ ഡിവിനിറ്റി or a PhD in divinity or from this Bible college or that Bible college. It is a very important thing. ആവശ്യമുള്ള കാര്യമാണെങ്കിലും ഇവിടെ ലൂക്കോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അവിടെ പറഞ്ഞത് എന്താണ്? നിങ്ങൾ പ്രൈസ് ദി ലോർഡ്, ചൂസ് ഫ്രം among you 7 men with
ഗുഡ് റെപ്യൂട്ടേഷൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്താലും മനുഷ്യരാലും പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തി ആയിരിക്കണം. കാരണം ദൈവനാമം ദുഷിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി മനുഷ്യരുടെ മുമ്പിലും ദൈവത്തിന്റെ മുമ്പിലും പ്രാഗൽഭ്യം പ്രാപിച്ച ഒരു വ്യക്തി ആയിരിക്കണം നമ്മൾ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നതിന്റെ ഒന്നാമത്തെ വിഷയം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് ഇവിടെ ഇരിക്കുന്ന എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഗ്രേറ്റ് റെപ്യൂട്ടേഷൻ, ഫുൾ ഓഫ് ദ സ്പിരിറ്റ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അനേക സഭകളിലെ സ്ഥാനങ്ങളും മാനങ്ങളും എൽഡേഴ്സും ഡീക്കൻസും കമ്മിറ്റി മെമ്പേഴ്സും ഒക്കെ വരുമ്പോൾ സാധാരണ തിരഞ്ഞെടുക്കപ്പെടുന്ന ഇങ്ങനെയുള്ള യാതൊരു ഗുണവുമില്ലാത്ത ആൾക്കാരാണ്. സ്ഥാനം കൊണ്ടും മാനം കൊണ്ടും നിൽക്കുന്ന പലരെയും ഈ സ്ഥാനങ്ങളിലേക്ക് മാറ്റും. എന്നാൽ ദൈവത്തിന് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, നിങ്ങൾ മിനിസ്ട്രിക്ക് വേണ്ടി ഇവിടെ മേശയിൽ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. നോക്കിക്കേ, വെറും നിസ്സാരമായി നമ്മൾ ചിന്തിക്കുന്ന വിഷയമായിരിക്കുന്ന ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ പോലും ഇവിടെ അപ്പോസ്തലന്മാർ പറയുന്നത് വളരെയധികം പ്രാഗൽഭ്യം പ്രാപിച്ചു, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ദൈവാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തി, ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന് പൈതലെ സഭയിലെ പ്രവർത്തനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിരിക്കണം. കാരണം പരിശുദ്ധാത്മാവാണ് ഈ സഭയുടെ കെട്ടുപണി ചെയ്യുന്നത്. ആ പരിശുദ്ധാത്മാവ് സഭയുടെ കെട്ടുപണി ചെയ്യണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച വ്യക്തികൾ കൂടി അനോയിന്റിങ് വ്യാപരിക്കുന്നത്. പ്രൈസുള്ളൂ. അതുകൊണ്ട് നമ്മൾ ശുശ്രൂഷകരെ തിരഞ്ഞെടുക്കുമ്പോൾ അത് whether they are men or women, it doesn't matter. We must look for people filled with the Holy Spirit, full of reputation, full of the Holy Spirit. പിന്നെന്താ പറഞ്ഞ ഇവിടെ? അത് മാത്രമല്ല, and full of wisdom. Praise the Lord. പരിജ്ഞാനം, ദൈവിക ജ്ഞാനത്താൽ നിറഞ്ഞവരായിരിക്കണം. കാരണം സഭയുടെ കാര്യങ്ങൾ ദൈവിക കാര്യങ്ങളാണ്. അത് ദൈവഹിതപ്രകാരം ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ യോസേപ്പിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഫറവോൻ പറയുന്നത് എന്താണ്? ദൈവാത്മാവുള്ള ഇവനെ പോലെ വേറെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല. ദാനിയേലിനെ കുറിച്ച് ആ രാജാവ് പറയുമ്പോൾ അത് തന്നെയാണ് പറയുന്നത്, ദൈവാത്മാവുള്ള ഇവൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് പതിലെ ദൈവാത്മാവുള്ളവൻ, ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നവനായിരിക്കണം. ഈവൻ മേശയിലെ ഫുഡ് കൊടുക്കാൻ മേലും ഉള്ള ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. ഇനി നമുക്ക് വായിക്കാം എങ്ങനെയുള്ളവരെയാണ് അവർ തിരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിൻ്റെ 5-ാം വാക്യം, the suggestion pleased the whole congregation and they selected Stephen, a man full of faith, full of the Holy Spirit. Praise the Lord. Hallelujah. അവിടെ സ്റ്റീവന്റെ കാര്യം പ്രത്യേകമായിട്ട് പറയുകയാണ്, ആത്മാവ് നിറഞ്ഞവനും വളരെ വിശ്വാസമുള്ളവനും ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവനും മനുഷ്യരാൽ അംഗീകരിക്കപ്പെട്ടവനുമായ 7 പേരെ അവരെ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മൾ ഓർക്കേണ്ട വിഷയം, നമ്മുടെ സഭകളിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏതൊരു ശുശ്രൂഷയായിരുന്നാലും അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നവരെ മിനിമമായിട്ട് ഈ ക്വാളിഫിക്കേഷൻ, MDO BDO ഒന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. മിനിമം ഈ ക്വാളിഫിക്കേഷൻ that they people of reputation, means ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ കഴിവുള്ളവരായിരിക്കണം. അവർക്ക് പ്രാഗൽഭ്യമുള്ളവരായിരിക്കണം. മനുഷ്യരുടെ മുമ്പിൽ ഒരു മാനമുള്ളവരായിരിക്കണം. രണ്ടാമത് ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ദൈവാത്മാവ് നിറഞ്ഞവരായിരിക്കണം. ഫുൾ ഓഫ് വിസ്ഡം, ദൈവപരിജ്ഞാനം നിറഞ്ഞവരായിരിക്കണം. ഫുൾ ഓഫ് ഫെയ്ത്ത്, വിശ്വാസം കൊണ്ട് നിറഞ്ഞവരായിരിക്കണം. ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് ഈസ് the fourth point Luke wanted to show us. Godliness or giftedness. When you select a minister of the gospel, you not only look for giftedness, not only look for talent, but you look for godliness. Hallelujah. Praise the Lord. ദൈവനാമം ദുഷിക്കപ്പെടാതിരിക്കുവാനും ദൈവത്തിന്റെ സഭ വളരുവാനും ദൈവത്തിന്റെ മക്കളെ കഴിവുകളേക്കാൾ ദൈവഭക്തിയെ നമ്മൾ പരിഗണിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സമയം തീർന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ഗോഡ്. ഇതെല്ലാം ഞാൻ പറഞ്ഞ വിഷയങ്ങളാണ്. ഇവരെ തിരഞ്ഞെടുത്തപ്പോൾ ദീർഘകാല അംഗത്വമുള്ളവരെ അല്ല തിരഞ്ഞെടുത്തത്, ഏറ്റവും കൊടുത്തവരെ അല്ല തിരഞ്ഞെടുത്തത്, വലിയ ബിസിനസ്സുകാരെ അല്ല തിരഞ്ഞെടുത്തത്, പിന്നെയോ ദൈവാത്മാവുള്ള പ്രിയപ്പെട്ടവരെയാണ് തിരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഇതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും 7-ാം വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ
ഒരേ കാര്യമാണ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ബിൻസി, ഒന്നാം വാക്യവും ആദ്യം ഒന്ന് വായിക്കുക, അതിനുശേഷം 7-ാം വാക്യം ഒന്ന് വായിച്ച. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. 7-ാം വാക്യം. ദൈവവചനം പരന്നു. യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. മതി. പ്രൈസ്. താങ്ക് യു ബിൻസി. പ്രൈസ് ഗാഡ്. ഇവിടെ ദൈവത്തിന്റെ വചനം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും 7-ാം വാക്യവും ആ ലൂക്കോസ് പറയുമ്പോൾ താൻ ഒരേ വിഷയം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ആ കാലത്ത് ശിഷ്യന്മാരെ പെരുകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുശേഷം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ വീണ്ടും പറയുകയാണ്, ദൈവവചനം പരന്നു. യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പ്രൈസ് ദി ലോർഡ്. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞ അതേ വാക്യം, പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായിത്തീർന്നു. എന്താണ് സഭയ്ക്ക് ഇങ്ങനെ ഒരു വലിയ ഒരു ഉണർവും വലിയ ഒരു വളർച്ച ഉണ്ടാകാൻ കാര്യമായി തീർന്നത്? ഈ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത, ഈ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഈ 7 ഡീക്കൻസ്, പ്രൈസ് ദി ലോർഡ്, അവർ മേശകളിൽ ശുശ്രൂഷിക്കാനായിരുന്നെങ്കിലും സ്തേഫാനോസിനെ പോലെ ആത്മനിറവിലും ആത്മശക്തിയിലുമുള്ള അവർ മേശകളിൽ ശുശ്രൂഷിച്ചുവെങ്കിലും അതോടുപോലെ തന്നെ അവരെ വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ജാഗരിച്ചിരുന്നത് കൊണ്ട് സഭ വളരെയധികം പെരുകി. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിലായിട്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നമ്മുടെ സഭകളിലെ ഹല്ലേലൂയ ദൈവാത്മാവിൽ നിറഞ്ഞവരെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരെ, ഹല്ലേലൂയ, വളരെ വിശ്വാസ വീരന്മാരെ, പ്രൈസ് ദി ലോർഡ്, പരിജ്ഞാനമുള്ളവരെ, കർത്താവിന് വേണ്ടി നിൽക്കുന്ന മാന്യരായിട്ടുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള ഒരു കൂട്ടം ജനത്തെ നമ്മുടെ സഭകളിലെ കർത്താവ് ഉയർത്തുവാൻ വേണ്ടി നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് സ്ഥാനവും മാനവും നോക്കി നടക്കുന്ന വ്യക്തികളല്ല, പിന്നെയോ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ ശക്തിയോടെ നിൽക്കുന്ന വിശ്വാസ വീരന്മാരെ, ആത്മശക്തിയോടെ നിൽക്കുന്ന മല്ലന്മാരെ, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി സകലതും ത്യജിച്ചുകൊണ്ട് മുമ്പോട്ട് വരുന്ന ഒരു ജനത്തെ, ഒരു ജനറേഷനെ, ഒരു പുതിയൊരു തലമുറയെ കർത്താവ് നമ്മുടെ സഭകൾ ഉയർത്തുകയാണെങ്കിൽ ഈ ദിവസങ്ങളിലായിട്ട് നമ്മുടെ സഭ വളരും, നമ്മുടെ സഭ പെരുകും. അത് മാത്രമല്ല, ഈ നോക്കി നിൽക്കുന്ന അനേക ആയിരങ്ങള് മുമ്പോട്ട് വരും. ഹല്ലേലൂയ. ആകയാൽ ഇന്ന് രാത്രി ഈ വചനം കൊണ്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതം പ്രൈസ് ദി ലോർഡ് ഒരു പുതിയ പാതയിലേക്ക് മാറുവാൻ ഇന്ന് എന്നെ കേൾക്കുന്ന സകലരും ഇന്ന് രാത്രി ആത്മാവിൽ നിറഞ്ഞവരായിട്ട് തീരുവാൻ, വിശ്വാസ വീരന്മാരായിട്ട് മാറുവാൻ, ദൈവ പരിജ്ഞാനത്താൽ നിറയുവാൻ, വക്രതയും കോട്ടമുള്ള തലമുറയുടെ മധ്യത്തിൽ അനന്യരും പരമാർത്ഥികളുമായിട്ട് ജീവിക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ഈ അടുത്ത ദിവസങ്ങൾ, അടുത്ത മാസങ്ങൾ, അടുത്ത വർഷം ഹല്ലേലൂയ സമൃദ്ധിയായിട്ട് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ഇന്ത്യയിൽ മാത്രമല്ല, അമേരിക്കയിലെ മാത്രമല്ല, ലോകമെമ്പാടും ദൈവസഭ വളരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദാനിയേൽ പ്രവചനത്തിലെ ആ ഇല്ലാതെ വെട്ടിവന്ന ആ കല്ല്, ആ ബിംബത്തെ ഇടിച്ച് കളഞ്ഞ് അത് ലോകം മുഴുവൻ നിറഞ്ഞതുപോലെ അത് യേശു ക്രിസ്തു, ഹീസ് ദ റോക്ക് ഓഫ് ഏജസ്, യേശു ആയിരിക്കുന്ന പാറ, അവന്റെ പ്രവർത്തനം, അവന്റെ സഭ ഈ ലോകം മുഴുവൻ വ്യാപരിക്കുവാൻ ഇന്ന് രാത്രി നമ്മളെ തന്നെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവന്റെ സഭ വളരും. ആൻഡ് ദ കിങ്ഡം ഓഫ് ഗാഡ് വിൽ റെയിൻ ഓവർ ഓൾ ദി എർത്ത്, ഓൾ എർത്ത്. ഹല്ലേലൂയ. ഈ ലോകം മുഴുവനും യേശു ക്രിസ്തുവിന്റെ ഭരണത്തിൽ കീഴിൽ വരും. അതിനായിട്ട് പ്രവർത്തിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശക്തമായ ഒരു പഠനം ഇന്ന് രാത്രി നമുക്ക് സാധ്യമായത് ഓർത്ത് എല്ലാവരും സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദിമസഭ പ്രതിസന്ധിയിലൂടെ പോയപ്പോൾ അവര് ദൈവവചനത്തിലും പ്രാർത്ഥനയിലും മുഴുകിയതിന്റെ ഫലമായി സഭ അവിടെ ഒക്കെ പെരുകുവാനിടയായി തീർന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവവചനം പഠിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥന, നമ്മളൊക്കെ ആയിരിക്കുന്ന സഭകൾക്ക് ദേശത്ത് വലിയ വിടുതലുണ്ടാകേണ്ടതിനായി, വലിയൊരു വളർച്ച ഉണ്ടാകേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിന്റെ ദാസനെ ദൈവം സഹായിക്കട്ടെ. ജോയിൻ ചെയ്ത് എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. പ്രിയ സിസ്റ്റർ ബിജി ജോസ് അവസാനമായി പ്രാർത്ഥിച്ചാൽ.
പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹീതമായ നല്ല രാത്രിക്കായ ദൈവത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവേ, എന്റെ ദൈവമേ, ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ വചനം പഠിക്കുവാൻ തക്കവണ്ണം ഇത്രത്തോളം സമയം ദൈവം തന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ പകർന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവമേ, വചനം പഠിപ്പിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ പ്രിയ കർത്തൃദാസനെ ദൈവം ഉപയോഗിച്ചല്ലോ. അതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, കേൾക്കപ്പെട്ട വചനങ്ങളൊക്കെ ഞങ്ങൾക്ക് കർത്താവേ ആത്മാവിൽ ദൈവമേ, കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ആത്മാവിൽ ദൈവമേ അതിനെ വിവേചിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നേറുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, വചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ച് അനേകരോട് അത് പറയുവാൻ തക്കവണ്ണം ദൈവമേ മറ്റുള്ളവരോട് പങ്കുവെച്ച് അനേകരെ ക്രിസ്തുവിന് വേണ്ടി ആദായപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഡിവൈസിലായിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവേ, അപ്പാ ദൈവമേ, ഇന്ന് രാത്രി കാലം കർത്താവിന്റെ വചനം കേട്ടതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ലാൽ പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഷാജി പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളെ വചനം പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന പിതാവേ, ദൈവമേ, സ്തോത്രം. തുടർന്നുള്ള ക്ലാസ്സുകളൊക്കെ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ട് ഞങ്ങൾ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സാക് സാർ തന്നെ ആശീർവാദം പറഞ്ഞാണ്. പ്രൈസ് ദി ലോർഡ്. സാക് സാർ. Now the love of our Heavenly Father, the grace of our Lord Jesus Christ, and the communion of the sweet Holy Spirit be with us and all the things we prayed for now and forever. And all God's people said, Amen. Amen. Praise the Lord. ഇന്ന് രാത്രിയും കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ വൈകിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്.